ഡിയർ ഫ്രണ്ട്സ്, ജോളീസ് കുലീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടിയിൽ ഞാൻ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്, ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതിന് വറുത്തെടുക്കാം. ചുവട് കട്ടിയുള്ള ചീനിച്ചട്ടിയും അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളും എടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പരുവെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൊഞ്ചെടുത്തിട്ട് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് വരണം, കണ്ടോ? ആ സമയം വരെ നമ്മൾ വറുത്തിട്ട് കൊഞ്ച് മാറ്റണം. ഏകദേശം ഒരു മുറി തേങ്ങ, ഒരു മീഡിയം തേങ്ങയുടെ ഒരു പകുതി തേങ്ങയാണ് വറുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ചെമ്മീൻ കൊഞ്ചിപ്പൊടി ചെയ്താൽ നമുക്ക് വിദേശത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തു വിടാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ ചീത്താകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഏകദേശം 1 ടീസ്പൂണോളം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളക് തന്നെ ഇടണം. പിന്നെ കുറച്ച് പുളി, ഇത്രയിട്ട് നല്ല ചുമന്ന നിറം വരുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്യുകയാണ് ഞാൻ. ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ വറുത്തതും തേങ്ങ വറുത്തതും വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയണ്ട, കണ്ടോ? ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുക്കണം. ശേഷം ഈ തേങ്ങ പൊടിച്ചില്ലേ, അതിനോടൊപ്പം തന്നെ വറുത്ത ഉണക്ക ചെമ്മീനും കൂടെ ഇട്ട്, കണ്ടോ? ഈ ഒരു കണക്കിന് പൊടിച്ചെടുക്കണം, കണ്ടോ? അപ്പോൾ
ഉണങ്ങിയ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഏകദേശം 3 മാസത്തോളം ഇത് കേട് കൂടാതെ ഉപയോഗിക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ അംശമില്ലാത്ത പാത്രങ്ങളിലേക്ക് മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.